മൈ ഡിഫൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കറന്റ് അഫയേഴ്സ് എക്കോണമിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. വിഷൻ PT 365ന്റെ 1 ഇയർ കറന്റ് അഫയേഴ്സിന്റെ എക്കോണമിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി 2 ക്ലാസ്സുകൾ കഴിഞ്ഞതാണ്. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഈ ഒരു ചാനലിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ് ആയിട്ട് കാണാൻ പറ്റും. കൂടാതെ സിസാറ്റിന്റെ ക്ലാസ് ഇപ്പൊ ഫ്രീ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ക്ലാസ് ഓൾറെഡി സിസാറ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് എന്ത് ഈ ചാനലിൽ കാണാം. സിസാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഫ്രീ ആയിട്ട് സിസാറ്റ് എല്ലാവരും പഠിക്കട്ടെ എന്നുള്ള രൂപത്തിലാണ് അത്തരം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കാണാം. സിസാറ്റ് അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പൊ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ എല്ലാത്തിന്റെയും മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക് എന്ന് പറയുന്നത് ലേബർ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ബാങ്കിങ് പിന്നെ മോണിറ്ററി പോളിസി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇപ്പൊ സെൽഫായിട്ടൊക്കെ പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കുന്ന ആളുകൾ, UPSC പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് ഒരു ഇൻഡിവിജ്വൽ മെന്ററെ സഹായത്തോടു കൂടി പഠിക്കണം. നിങ്ങളുടെ പഠനം വ്യക്തമായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു മെന്റർ സഹായം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പഠനം അതത് സമയത്ത് മോണിറ്ററിംഗ് ചെയ്ത് പഠനം വ്യക്തമായ ട്രാക്കിലൂടെയാണെന്ന് ഉറപ്പുവരുത്തി നിങ്ങളെ UPSC പ്രിലിംസ് മെയിൻസ് ഒക്കെ നേടാൻ വേണ്ടി സഹായിക്കുന്ന പ്രോഗ്രാമാണ്. പലപ്പോഴും നമ്മൾ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടും പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവും. അതിന് ചിലപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷനിൽ നേരിടുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ സ്വയം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവുന്നില്ല. അപ്പം അതൊക്കെ പരിഹരിച്ച് അതൊക്കെ കണ്ടെത്തി അതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുകയും ആൻസർ റൈറ്റിംഗ് അതുപോലെ തന്നെ കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ, കറന്റ് അഫയേഴ്സ്, സിസാറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയും നിങ്ങൾക്ക് മെന്ററിംഗ് നൽകി പഠനം മോണിറ്ററിംഗ് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും. കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ 8590840250 എന്നുള്ള നമ്പറിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യക്കാരിലോട്ട് നിങ്ങൾ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഞാൻ പറഞ്ഞു, ലേബർ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അതിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മുടെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ വന്നിരുന്നു. ന്യൂസ് വരാൻ കാരണം റീസെന്റ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ 2022-23 റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ കാണിക്കുന്നതെന്ന് വെച്ചാല് പിന്നെ LFPR എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 55% നിന്നും 50.9% മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതിലേക്ക് വരാം. അത് ആരാണ് ലോഞ്ച് ചെയ്യുന്നത്? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ്. അത് അറിഞ്ഞിരിക്കുക NSS ആണ്. 2017 തുടങ്ങിയത്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ്, ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടെത്താം. ലേബർ ഫോഴ്സ്, ഹോൾസെയിൽ പ്രൈസിന്റെ അങ്ങനത്തെ കാര്യങ്ങൾ തുടങ്ങിയുള്ള തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ലാബ് എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആനുവലി ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ടുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കറന്റ് വീക്കിലി സ്റ്റാറ്റസ് ഉണ്ട്. ഓക്കെ, എംപ്ലോയ്മെന്റും നമുക്ക് എത്ര ദിവസം എംപ്ലോയ്മെന്റ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ടോ. കറന്റ് വീക്കിലി സ്റ്റാറ്റസ് നോക്കുക. വീക്കിലി എന്ന് പറയുന്നത് സ്റ്റാറ്റസ് നോക്കുന്ന അർബൺ ഏരിയയിൽ മാത്രമേ ഉള്ളൂ, പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഈ CWS ചെക്ക് ചെയ്യുന്ന അർബൺ ഏരിയയിൽ മാത്രമാണ്. അതുപോലെ തന്നെ 3 മന്ത് ഇന്റർവെല്ലാണ് ചെക്ക് ചെയ്യുക. ആ 2 പോയിന്റ് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഓരോ സ്റ്റാറ്റസ്, വീക്കിലി സ്റ്റാറ്റസും മന്ത്ലി സ്റ്റാറ്റസ് ഒക്കെ നോക്കുക. അതിൽ വീക്കിലി സ്റ്റാറ്റസ് എന്നുള്ള ഇത് നമ്മൾ അർബൺ ഏരിയയിൽ മാത്രമേ നോക്കാറുള്ളൂ. അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോഴാണ് അത് ചെക്ക് ചെയ്യാറ്. രണ്ടാമത് പറയുന്നത് യൂഷ്വൽ സ്റ്റാറ്റസ് എന്നുള്ളതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ CWSഉം രണ്ടും കറന്റ് വീക്കിലി സ്റ്റാറ്റസും രണ്ടും എന്ത് ചെയ്യാറുണ്ട്, റൂറലിലും അർബണിലും നോക്കുന്നുണ്ട്. മറ്റേ ഓൾറെഡി അർബണിലും നോക്കുന്നുണ്ട് പറഞ്ഞോ. ആനുവലി ആണ് അത് ചെക്ക് ചെയ്യാറ് കേട്ടോ, അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ചില ഫൈൻഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. WPR ആയാലും UR ആയാലും LFPR ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂറലിലും അർബണിലൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെ ഇൻക്രീസ് ആണ്. ഇത് മാത്രമാണ് ഈ ട്രെൻഡ് എന്ന് മനസ്സിലാക്കി വെക്കുക. ആ പെർസെന്റേജ് ഒന്നും വേണമെന്നില്ല. ഇതെല്ലാം ഇൻക്രീസ് ആണെങ്കിൽ UR ആണ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിക്രീസ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ടോട്ടൽ മാത്രം. അപ്പൊ അതിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്നാണ് LFPR എന്ന് പറയുന്നത്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, പെർസെന്റേജ് ഓഫ് ദി പേഴ്സൺസ് ഇൻ ലേബർ ഫോഴ്സ്. അഥവാ ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് ആവട്ടെ, വർക്ക് അന്വേഷിക്കുന്നവരാവട്ടെ, സീക്കിംഗ് ആവട്ടെ, അവൈലബിൾ ഫോർ വർക്ക് ആയിട്ടുള്ള ആളുകളിൽ
എത്ര ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് ഇൻ പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ എത്ര പെർസെന്റേജ് ഓഫ് ദി ലേബർ ഫോഴ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയും. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ WPR, ഇപ്പൊ നേരത്തെ പറഞ്ഞ WPR എന്ന് പറയുന്നത് പെർസെന്റേജ് വർക്കേഴ്സ് ആണ്, പെർസെന്റേജ് ഓഫ് ദി എംപ്ലോയിഡ് പേഴ്സൺസ്. എംപ്ലോയിഡ് പേഴ്സൺസ് എത്ര ഉണ്ടെന്നുള്ളതാണ് പോപ്പുലേഷൻ. ഓക്കെ, വർക്കർ പോപ്പുലേഷൻ റേഷ്യോയിൽ പറയുന്നത് എംപ്ലോയിഡ് പേഴ്സൺ, പെർസെന്റേജ് ഓഫ് ദി എംപ്ലോയിഡ് പേഴ്സൺസ് പോപ്പുലേഷനിൽ എത്ര ഉണ്ടെന്നുള്ളതാണ്. അൺഎംപ്ലോയ്മെന്റ് ഈ റൈറ്റുകളൊക്കെ എന്താ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പെർസെന്റേജ് ഓഫ് ദി പേഴ്സൺസ് അൺഎംപ്ലോയിഡ്, ഓക്കെ, അത് പോപ്പുലേഷനിലല്ല നോക്കുക, അമംഗ് ദ പേഴ്സൺസ് ഓഫ് ലേബർ ഫോഴ്സിൽ എത്ര ആളുകൾക്ക് ജോലി ഇല്ല എന്നുള്ളതാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അതേസമയത്ത് വർക്കർ പോപ്പുലേഷൻ ആണെങ്കിൽ എത്ര ആളുകൾ എംപ്ലോയിഡ് ആണ് അത് പോപ്പുലേഷനിലാണ് ചെക്ക് ചെയ്യുക. ആ വ്യത്യാസം മനസ്സിലാക്കണേ, ചെറിയ വ്യത്യാസത്തിലായിരിക്കും സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക, അത് മാറിപ്പോകരുത്. ഓക്കെ, അതിനാണ് ഞാൻ എടുത്തു പറയുന്നത്. പിന്നെ ആക്ടിവിറ്റി സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ പിന്നെ ആക്ടിവിറ്റീസിന്റെ ബേസിലാണ് നോക്കുക. പേഴ്സൺ ഡ്യൂറിംഗ് ദ സ്പെസിഫൈഡ് റെഫറൻസ് പീരീഡ് നോക്കിയിട്ട് യൂഷ്വലി 1 ഇയർ ഒക്കെയാണ് നോക്കുക, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് സർവേ മുതൽ. യൂഷ്വൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റെഫറൻസ് പീരീഡ് 365 ദിവസമാണ്. കറന്റ് വീക്ക്ലി സ്റ്റാറ്റസിന്റെ റെഫറൻസ് പീരീഡ് എന്ന് പറയുന്നത് 7 ദിവസമാണ്. വീക്ക്ലി ചെക്ക് ചെയ്യും. ആ രണ്ട് കാര്യം മനസ്സിലാക്കി വെക്കുക, കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ് കേട്ടോ. ഇതില് ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റുകൾ എന്ന് പറയുന്ന ഒന്ന് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആണെങ്കിൽ പെർസെന്റേജ് ഓഫ് ദി പേഴ്സൺസ് ലേബർ ഫോഴ്സിലുള്ള ആളുകൾ, പോപ്പുലേഷനിൽ എത്ര ലേബർ ഫോഴ്സ് പെർസെന്റേജ് ഉണ്ട് എന്നുള്ളതാണ് പോപ്പുലേഷനിലാണ്. ഇപ്പൊ ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യുന്നവരും പറ്റും, വർക്ക് അന്വേഷിക്കുന്നവരൊക്കെ പറ്റും. പിന്നെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ എംപ്ലോയിഡ് പേഴ്സൺസ്, പോപ്പുലേഷനിലാണ് എംപ്ലോയിഡ് പേഴ്സൺസിന്റെ പെർസെന്റേജ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെ പെർസെന്റേജ് അത് ലേബർ ഫോഴ്സിലാണ് നോക്കുക. ആ വ്യത്യാസം മനസ്സിലാക്കി വെച്ചാൽ മതി. എംപ്ലോയിഡ് നോക്കുക പോപ്പുലേഷനിലും, അൺഎംപ്ലോയിഡ് നോക്കുക ലേബർ ഫോഴ്സിലുമാണ്. ലേബർ ഫോഴ്സിൽ ഇപ്പൊ ജോലി അന്വേഷിക്കാത്ത ഒരാൾക്ക് ജോലി ഇല്ലാത്തതിന് ടെൻഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജോലി അന്വേഷിക്കുന്ന ആൾക്ക് ജോലി കിട്ടാത്തതിനാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. അല്ലാതെ എനിക്ക് ജോലി വേണ്ട എന്ന് പറയുന്ന ഒരാൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അത് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് പറയില്ല. അതാണ് വ്യത്യാസം. ആ രണ്ട് കാര്യം ഒന്ന് അവിടെ പ്രത്യേകം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതാണ് അതിൽ ആ സർവേയുമായി ബന്ധപ്പെട്ട്. ഇതിൽ പിന്നെ ഇതൊക്കെ ടോട്ടലാണ് എല്ലാം ഇതാകുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അൺഎംപ്ലോയ്മെന്റ് ഡിക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ആണ് അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ PLF ഫൈൻഡിങ്സ്, ജെൻഡർ പേ ഗ്യാപ്പ് പറയുന്നുണ്ട്. ഇപ്പൊ മെയിലിനും ഫീമെയിലും കിട്ടുന്ന പേയ്മെന്റിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് 2023 ഗ്യാപ്പ് ഇൻ ദ വർക്ക് അവേഴ്സ് വാസ് ലാർജസ്റ്റ് ആണ്. സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സിന്റെ കാര്യത്തിൽ 50% ആണ് ഫോർ മെൻ. ലോവസ്റ്റ് ആണ് റെഗുലർ വേജിന്റെ കാര്യത്തിൽ 19%. എങ്കിൽ രണ്ടിലും ഗ്യാപ്പ് ഉണ്ട്. ഓൾസോ മെൻ ഏൺ മോർ ദാൻ വിമൻ അക്രോസ് ദ ഓൾ ഫോംസ് ഓഫ് വർക്കിൽ എന്താണ് കൂടുതലാണ് അവർ ഏൺ ചെയ്യുന്നത്. ഓക്കെ, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടി അതിൽ ഗ്യാപ്പ് ഏറ്റവും കൂടുതൽ സെൽഫ് എംപ്ലോയിഡിലാണ് കൂടുതൽ. അത് ആണുങ്ങൾക്കാണ് കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നത്. 2023 മെയിൽ സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ് ഏൺ 2.8 ടൈംസ് ഓഫ് ദാറ്റ് ഓഫ് വിമൻ അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ റൂറൽ വിമൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ സമയത്ത് ആവറേജ് അവേഴ്സ് ഓഫ് ദി വർക്ക്ഡ് പെർ വീക്ക് ഇപ്പൊ റൂറൽ സെൽഫ് എംപ്ലോയിഡ് വിമൺ ആണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡിക്രീസ് ആണ്. ചില ട്രെൻഡുകൾ മനസ്സിലാക്കി, പെർസെന്റേജ് ഇത്ര ഇമ്പോർട്ടന്റ് അല്ല, ട്രെൻഡ് മനസ്സിലാക്കിക്കോ, കൂടാണോ കുറയാണോ എന്നുള്ളതൊക്കെ. ഓക്കെ, ഏകദേശം ഇപ്പൊ എല്ലാം ഒരുപോലെ ആണെങ്കിൽ അതിന് വ്യത്യസ്തമായി നിൽക്കുന്ന ഏതാണോ അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അതാണ് അതിൽ അറിയേണ്ടത്. അടുത്ത നോബൽ പ്രൈസ് കിട്ടിയത്, എക്കണോമിക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. നോബൽ പ്രൈസ് കിട്ടിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്, വിമൺ ഇൻ ദ ലേബർ ഫോഴ്സ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സെറിജസം, ആളെ പേര് എത്ര ഇമ്പോർട്ടന്റ് അല്ല, നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 2023. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ വിമൻ ലേബർ ഫോഴ്സ്, ലേബർ മാർക്കറ്റ് ഔട്ട്കംസിനെ കുറിച്ച് പഠിച്ചതിനാണ് അത് കിട്ടിയിട്ടുള്ളത്. നോബൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ അവാർഡാണ്, അറിഞ്ഞല്ലോ. പിന്നെ നോബൽ ഫൗണ്ടേഷൻ ഇൻ സ്റ്റോക്ക്ഹോം സ്വീഡനിലുള്ള അവരാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ആൽഫ്രഡ് നോബലിന്റെ ബില്ല് അനുസരിച്ചാണ് 895 മുതലുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് 1901 അദ്ദേഹത്തിന്റെ ആൽഫ്രഡ് നോബൽ അദ്ദേഹത്തിനാണ് 1985 കേട്ടോ, 895.
901 മുതലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആനുവലി ആണ് കൊടുക്കുന്നത്. 5 കാറ്റഗറീസ് ആണ് കൊടുക്കാറ്. ഓക്കെ, ഒരു 6th കാറ്റഗറിയും കൂടി പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട് നോബൽ പ്രൈസ്. അത് എക്കണോമിക്സ് ആണ്. ഓക്കെ, നോബൽ പ്രൈസ് എക്കണോമിക്സ് സയൻസ് അത് 1968 റോയൽ ബാങ്ക് ഓഫ് സ്വീഡൻ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് അവാർഡ് 1969 ആരാണ് പ്രൈസ് അവാർഡ് ചെയ്യുന്നത്? റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ് ഇത് നോബൽ പ്രൈസ് ഫിസിക്സും കെമിസ്ട്രിയും എക്കണോമിക്സും കൊടുക്കാറ്. നോബൽ പ്രൈസ് ലിറ്ററേച്ചർ കൊടുക്കുന്നത് സ്വീഡിഷ് അക്കാദമി സ്റ്റോക്ക്ഹാം സ്വീഡനിലുള്ളതാണ്. പിന്നെ മറ്റേ റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ്. പിന്നെ അതുപോലെ നോബൽ അസംബ്ലി പിന്നെ ആണ് നോബൽ പ്രൈസ് മെഡിസിനിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നോർവേജിയൻ നോബൽ കമ്മിറ്റി ഉണ്ട്, പീസ് പ്രൈസ് അവരാണ് കൊടുക്കുന്നത്. ഇതിനെന്തൊക്കെ കിട്ടുക? ഒരു നോബൽ ഡിപ്ലോമ കിട്ടും, ഒരു നോബൽ മെഡൽ കിട്ടും, ക്യാഷ് പ്രൈസും കിട്ടും. ഓക്കെ, അറിഞ്ഞിരിക്കാം. നോബൽ സ്റ്റാറ്റ്യൂട്ട് എന്ന പ്രോഹിബിറ്റ് ചെയ്യുന്ന ജഡ്ജസ് ഫ്രം ഡിസ്കസിംഗ് ദ ഡെലിബറേഷൻ ഫോർ 50 years. അറിഞ്ഞിരിക്കാം. അപ്പൊ എന്താണ് ഇവർ കണ്ടെത്തിയിട്ടുള്ള ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ? അപ്പൊ അവർ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് യു കർവ് ആണ്. അവർ ഇതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. നോ ഹിസ്റ്റോറിക്കലി കൺസിസ്റ്റന്റ് അസോസിയേഷൻ ഒന്നും ഇല്ല എന്ന് പറയുന്നത് ബിറ്റ്വീൻ വിമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലേബർ മാർക്കറ്റ് ആൻഡ് ദ എക്കണോമിക് ഗ്രോത്തിൽ. അങ്ങനെ ഹിസ്റ്റോറിക്കൽ ഒരു കൺസിസ്റ്റൻസി ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് സ്ത്രീകളുടെ ലേബർ ഫോഴ്സിൽ. ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ നോംസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മാരേജ് ബേഴ്സും പാരന്റ്ഹുഡ് എഫക്റ്റ്, അവർക്ക് കുട്ടികളെ നോക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നുണ്ട്. പിന്നെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ജെൻഡർ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മെഷേഴ്സ്? ഒന്ന് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നുണ്ട്. പിന്നെ കോഡ് ഓൺ ദ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ 2020. പിന്നെ അതുപോലെ തന്നെ കോഡ് ഓൺ വേജ്, ഓക്കെ, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ ചില കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. പിന്നെ യു ഷേപ്ഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പ്രോസസ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഡിക്ലൈൻ ചെയ്യും, പിന്നെ റൈസ് ചെയ്യും എന്ന് പറയുന്നതാണ് കേട്ടോ. ഇതാണ് അഗ്രികൾച്ചറിലൊക്കെ പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ കുറഞ്ഞു വന്ന് പിന്നെ സർവീസ് സെക്ടേഴ്സിലേക്ക് വരുമ്പോൾ വീണ്ടും കൂടി വരുന്ന ഒരവസ്ഥ. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത ന്യൂസ് ഉണ്ടായിരുന്നത് ഗിഗ് എക്കോണമിയാണ്. ഗിഗ് എക്കോണമി എന്ന് പറയുന്നത് സെവറൽ ഇഷ്യൂസ് ഹാസ് ബീൻ സീൻ ദ റീസെന്റ് പാസ്റ്റ് അമംഗ് ദ ഗിഗ് വർക്കേഴ്സ്. ഒക്കെ ഒരുപാട് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പൊ എന്താണ് ഗിഗ് എക്കോണമി എന്നുള്ളത്, ഗിഗ് വർക്കർ എന്താന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഗിഗ് എക്കോണമി എന്ന് പറയുന്ന ഒരു ഫ്രീ മാർക്കറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, അത് ടെമ്പററി പൊസിഷനിൽ ആളുകൾ ജോലി ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ്. കോൺട്രാക്ച്വൽ ബേസിസിലൊക്കെ ആയിരിക്കും കേട്ടോ. ഷോർട്ട് ടൈം എൻഗേജ്മെന്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമ്മൾ സൊമാറ്റോ അവരൊക്കെ ഇത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇതിൽ ജിഗ് വർക്കേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. എപ്പം വേണമെങ്കിലും അവർക്ക് ജോലി വിട്ട് പോകാനും പറ്റും. ഓക്കെ, പെർമനന്റ് ഒന്നുമല്ല. അപ്പൊ ഗിഗ് വർക്കേഴ്സ് ആർ ദോസ് എൻഗേജ് ഇൻ ദ ലൈവ്ലിഹുഡ് ഔട്ട്സൈഡ് ദ ട്രഡീഷണൽ എംപ്ലോയർ മാനേജ്മെന്റ് പുറത്താണ്. അവർ പ്രധാനമായിട്ടും പ്ലാറ്റ്ഫോം ഗിഗ് വർക്കേഴ്സ് ഉണ്ട്. അവരെന്ത് ഓൺലൈൻ സോഫ്റ്റ്വെയർ ഒക്കെ ബേസിൽ ആപ്പ് ഒക്കെ ബേസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അതിൽ വരുന്നതാണ് ഇപ്പൊ സൊമാറ്റോയും സ്വിഗ്ഗി ഒക്കെ. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് നോൺ പ്ലാറ്റ്ഫോം ഗിഗ് വർക്കേഴ്സ് ആണ്. അവരെന്ത് ചെയ്യുന്നത് കാഷ്വൽ വർക്കേഴ്സ് പോലെ തന്നെ ആയിട്ടായിരിക്കും പൊതുവെ എന്ത് ചെയ്യുന്നുണ്ടാവുക, വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇപ്പൊ ഈ ഗിഗ് വർക്കേഴ്സ് ഒരുപാട് കൂടുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഗിഗ് എക്കോണമി കൂടാനുള്ള കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇന്റർനെറ്റിന്റെ ആക്സസ് ഭയങ്കര കൂടുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് സാധ്യതയും കൂടി. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇന്റർഓപ്പറബിലിറ്റി ഓഫ് ദി പ്ലാറ്റ്ഫോംസ്, ചേഞ്ചിങ് വർക്ക് അപ്രോച്ച്, അതുപോലെ തന്നെ കോൺട്രാക്ച്വൽ എംപ്ലോയീസിന്റെ ഡിമാൻഡ് കൂടുതൽ കൂടുന്നു. അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗിഗ് എക്കോണമി അതുപോലെ തന്നെ ഗിഗ് വർക്കേഴ്സും എണ്ണം കൂടുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ ഇവരെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളുള്ളത്? റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഒന്ന് കോഡ് ഓൺ വേജ് ഉണ്ട് 2019. ഇവർക്ക് മിനിമം വേജ് ഇത്ര കൊടുക്കണം എന്നൊക്കെ അതിൽ പറയുന്നതിലാണ്. പിന്നെ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, ഈ രണ്ട് കോഡും പഠിച്ചു വെക്കണേ കഴിയുമെങ്കിൽ. കോഡ് ഓൺ വേജ് അതുപോലെ തന്നെ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി. ഈ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് 6 പ്രൊട്ടക്ട് ദ ഗിഗ് വർക്കേഴ്സ് റൈറ്റ്സ്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ജിഗ് എക്കോണമിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? കൺസ്യൂമേഴ്സിന് നോക്കുകയാണെങ്കിൽ പേഴ്സണലായിട്ട് സർവീസ് കിട്ടും, ടൈം ആൻഡ് മണി സേവ് ചെയ്യാൻ പറ്റും. എംപ്ലോയീസിനാണെങ്കിൽ എന്ത് ഫ്ലെക്സിബിലിറ്റി, നമുക്ക് എത്ര സമയം പറ്റും അത്രയുമേ വർക്ക് ചെയ്താൽ മതി. സൊമാറ്റോ ഒക്കെ അങ്ങനല്ലേ. അതുപോലെ തന്നെ എനേബിൾ റിമോട്ട് വർക്കിംഗ്, അതുപോലെ തന്നെ പ്രൊവൈഡ് ദ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ. കൺട്രിക്കാണെങ്കിൽ എംപ്ലോയ്മെന്റ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ സെക്ടേഴ്സിന്റെ നീഡ്സ് സെർവ് ചെയ്യാൻ പറ്റും.
സ്റ്റാർട്ടപ്സിനെ ഹെൽപ്പ് ചെയ്യും, എക്കോണമി ബൂസ്റ്റ് ചെയ്യും. എംപ്ലോയീസിനാണെങ്കിൽ ലോ കോസ്റ്റ് ലേബർ ആണ്. അതുപോലെ തന്നെ എംപ്ലോയേഴ്സിന് കേട്ടോ ലോ കംപ്ലൈൻസ് കോസ്റ്റ്, ഡൈവേഴ്സ് പൂൾ ഓഫ് ദി ലേബർ ഒക്കെ കിട്ടും. അപ്പൊ തുടർ കഴിഞ്ഞാൽ ഇപ്പം ഇത് ബിസിനസ് ഇറക്കുന്ന ആളുകൾക്കും ഗവൺമെന്റിനും ഇത് കസ്റ്റമേഴ്സിനും ലേബേഴ്സിനും ഇത് പണിയെടുപ്പിക്കുന്നവർക്കും ഒക്കെ എന്താണ് ഇത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഇവര് ഇതുമായി ബന്ധപ്പെട്ട റീസെന്റ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ലേബർ, ടെക്സ്റ്റൈൽ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, പിന്നെ ഒരു വെൽഫെയർ സ്കീംസ് ഒക്കെ അവർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ G20 ലേബർ എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നിട്ടുണ്ട്. ഒരു സസ്റ്റൈനബിൾ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫോർ വർക്കേഴ്സ് എന്നുള്ള ഒരു ഇത് കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ രാജസ്ഥാൻ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ഗിഗ് വർക്കേഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് വെൽഫെയർ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. രാജസ്ഥാനാണ് ഫസ്റ്റ് കേട്ടോ, അറിഞ്ഞിരിക്കാം. അതൊക്കെയാണ് ആ ഒരു ലേബറും എംപ്ലോയ്മെന്റുമായി ഒക്കെ ബന്ധപ്പെട്ട് അറിയേണ്ട ടോപ്പിക്കുകൾ. ഓക്കെ, നമുക്ക് ഇനി നോക്കാനുള്ള ടോപ്പിക് ബാങ്കിങ്ങും അതുപോലെ തന്നെ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഫിസ്ക്കൽ പോളിസി പറഞ്ഞിരുന്നു. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റ് എടുക്കുന്ന പോളിസി ആണെങ്കിൽ ഗവൺമെന്റ് പബ്ലിക് ഡെപ്റ്റും പബ്ലിക് റവന്യൂവും ടാക്സേഷനും സോഷ്യൽ സർവീസ് സ്കീമുകൾ ചെയ്യുന്നതൊക്കെ നമുക്ക് അതിൽ പറയാം. ഓക്കെ, ക്യാഷ് കണ്ടെത്താൻ ചെയ്യുന്ന കാര്യങ്ങളും ക്യാഷ് ചെലവാക്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൽ വരും. അതേസമയത്ത് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ RBI എടുക്കുന്ന പോളിസി ആയിരിക്കും ബാങ്കിങ്ങും മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട്. അതിലൊരു വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻക്രിമെന്റൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും, ICRR. RBI എന്ത് ചെയ്തിട്ടുണ്ട്, ICRR ഉപയോഗിച്ചിട്ടുണ്ട് സർപ്ലസ് ലിക്വിഡിറ്റി കൊണ്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൾറെഡി ഈ ഇൻക്രിമെന്റൽ ക്യാഷ് റിസർവ് റേഷ്യോ ഓൾറെഡി കേട്ടതായിരിക്കും. CRR എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ബാങ്ക് അവരുടെ നെറ്റ് ഡിമാൻഡ് ലയബിലിറ്റിയുടെ ഒരു നിശ്ചിത പെർസെന്റേജ് എന്ത് ചെയ്യണം, RBI കൊണ്ടുപോയി വെക്കണം ക്യാഷ് ആയിട്ട്. അപ്പൊ ബാങ്കുകൾ ഫുൾ ക്യാഷ് അവർക്ക് ചെലവാക്കാൻ പറ്റില്ല, അവരുടെ കയ്യിലുള്ള ക്യാഷിന്റെ ഒരു നിശ്ചിത എമൗണ്ട് RBI കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, അവിടെ റിസർവ് ആക്കി സൂക്ഷിക്കണം. അതിനെ പറയുന്ന പേരാണ് ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് ആയിട്ട് തന്നെ പറ്റുള്ളൂ ഒരു കണ്ടീഷൻ. രണ്ടാമത് അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇവിടെ എക്കോണമിയിൽ ഒരുപാട് ക്യാഷ് സർപ്ലസ് ഉണ്ടാവുമ്പോഴാണ് RBI അത് കൂടുതൽ കൊടുക്കുക. എന്തിനാണ്, ഇവിടെ മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടി അത് കൂട്ടും. ഇവിടെ മണി സപ്ലൈ കുറവാണെങ്കിൽ RBI അത് കുറയ്ക്കും. അപ്പൊ മണി സപ്ലൈ എക്കോണമിയിൽ കൂടും. അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ RBI ആക്ട് പ്രകാരമൊക്കെയാണ് അത് ആരൊക്കെ ചെയ്യേണ്ട, എല്ലാ ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഇൻക്ലൂഡിംഗ് പബ്ലിക് ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്, റീജിയണൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ എന്ത് ചെയ്യണം, ഈ CRR സൂക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ. CRR മെയിൻറ്റെയിൻ ചെയ്യണം RBI. അതിന്റെ കൂടെ വരുന്നതാണ് ഇൻക്രിമെന്റൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് CRR എന്ന് പറയുന്നത്. ICRR എന്ന് പറയും. CRR സിമിലർ ആയിട്ടുള്ള തന്നെയാണ്. ബാങ്ക് നീഡ് ടു സെറ്റ് അസൈഡ് പോർഷൻ ഓഫ് ദിയർ മണി വിത്ത് RBI തന്നെയാണ് കൊണ്ടുപോയി വെക്കണം. ഓക്കെ, അതിനെന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ഇതിൽ കിട്ടുന്നില്ല. ഓക്കെ, സെയിം CRR പോലെ തന്നെയാണ്. അതിന്റെ ഡിഫറൻസ് എന്താ, RBI എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം ഉണ്ട് CRR കൂടാതെ അതിന് മുകളിൽ ICRR കൂടി ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം RBIക്ക് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും CRR. അതൊക്കെയാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഇൻക്രിമെന്റൽ കൂടുതൽ ക്യാഷ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയിൽ 100 ആണെങ്കിൽ അതിൽ 4.5% 4.5 രൂപ എന്ത് ചെയ്യണം, CRR ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ RBI മെയിൻ്റെനൻസ് 4 രൂപ. അപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം പുതിയ ഇത് 150 രൂപ ആയാൽ NDTL 50 രൂപയാണ്. അപ്പൊ അതിനൊരു 10% കൂടി ഈടാക്കും. അപ്പൊ 5 അതും നേരത്തെ ഓൾറെഡി 150 രൂപക്കുള്ള 4.5% ഓൾറെഡി ഉണ്ട്. അത് 6.75. ഈ കൂടിയതിന് 50 രൂപയല്ലേ കൂടിയ 100-നേക്കാളും, ആ 50-ന് ഒരു 10% കൂടി ഈടാക്കി. അതിന് 5, ടോട്ടൽ എത്ര, 11.5. ആ രീതിയിൽ RBI ഒന്നും കൂടി എന്താണ് എക്സസ് ആയിട്ടുള്ള ഇവിടെ സർപ്ലസ് മണി പിൻവലിക്കാൻ വേണ്ടി RBI ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതിന്റെ എഫക്ട് എന്താ, ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ പറ്റും അല്ലെ. ഓവർ ലിക്വിഡിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ മണി സപ്ലൈ കൂടുമ്പോൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ബാങ്കിങ് റെസിലിയൻസ്, ഓക്കെ, പ്രൊട്ടക്ഷൻ കിട്ടും. ബാങ്കിന്റെ ഉണ്ടാവാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ത്രെറ്റ് എന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ ലെൻഡിങ്. ഇപ്പം ബാങ്കിന്റെ കയ്യിൽ ഓൾറെഡി ക്യാഷ് വീണ്ടും കുറയുമ്പോൾ ലെൻഡിങ്ങിനുള്ള പൈസ അവർക്ക് എന്ത് ചെയ്യും, വീണ്ടും കുറയുന്നതാണ്. ഇത് മാത്രമാണോ RBI എടുക്കുന്ന ലിക്വിഡിറ്റി മാനേജ്മെന്റ് ടൂളുകളല്ല. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു CRR എന്നാണെങ്കിൽ സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, RBIക്ക് എന്ത് ചെയ്യാണ്,
അമിതമായിട്ടുള്ള ബാങ്ക് എന്ത് ചെയ്യാണ് ഇതാക്കാനുള്ള SDF എന്ന് പറയുന്നത് അല്ലാതെ RBI ടപ്സോ ലിക്വിഡിറ്റി ഫ്രം ബാങ്ക്സ് വിത്തൗട്ട് ഗിവിംഗ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് റിട്ടേൺ ആയി കൊടുക്കാതെ ചെയ്യുന്നതാണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറയും. പിന്നെ ആൾട്ടർനേറ്റ് റിപ്പോ ഉണ്ട്, റിവേഴ്സ് റിപ്പോ റേറ്റുകളൊക്കെ ഉണ്ട്. RBI കടം കൊടുക്കുമ്പോൾ വാങ്ങുന്ന റേറ്റുകളാണ്. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഉണ്ട്, അതോ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെയിലും പർച്ചേസും ചെയ്യുന്നതാണ്. പിന്നെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഉണ്ട്, അത് ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യുക ഗവൺമെന്റിന് RBI ലോൺ കൊടുക്കുന്നതാണ്. ഇതൊക്കെ മണി സപ്ലൈ കൂട്ടാനും കുറയ്ക്കാനും അഥവാ ലിക്വിഡിറ്റി മാനേജ്മെന്റിന് വേണ്ടി RBI ഉപയോഗിക്കുന്ന ഒരുപാട് മെത്തേഡുകളിൽ പെട്ട ഒരു മെത്തേഡുകളാണ്, അത് അറിഞ്ഞിരിക്കുക. അതാണ് ഒരു ന്യൂസ് അറിയേണ്ടത്, മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നത് സർപ്ലസ് ട്രാൻസ്ഫർ ബൈ RBI. ഓക്കെ, റീസെന്റ് RBI എന്ത് ചെയ്തിട്ടുണ്ട്, 87,416 കോടി രൂപ അഥവാ 2021-22 188% കൂടിയിട്ടുണ്ട്, സർപ്ലസ് ഗവൺമെന്റിനോട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നത് RBI എന്ന് പറയുന്നത് അവർക്ക് ഇൻകം ടാക്സ് അടക്കേണ്ടതില്ല. അപ്പൊ ആ സർപ്ലസ് എന്ത് ചെയ്യുക ഗവൺമെന്റിലോട്ട് അയക്കുക ചെയ്യുക, അല്ലാതെ ഇൻകം ടാക്സ് അടക്കണ്ടേ, അവർക്ക് ഒരു ഇൻകം കിട്ടും RBI ആക്ട് 1934 പ്രകാരം. RBIന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണ് അവരുടെ ചെലവിനേക്കാളും. അപ്പൊ സർപ്ലസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും, അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുമല്ലോ അവരുടെ വെക്കുന്ന ഇൻകത്തിനും കൊടുക്കുന്ന കടത്തിനൊക്കെ. ആ കിട്ടുന്ന അവരുടെ വരുമാനം എന്ന് പറയുന്നത് അവരുടെ ചെലവിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പൊ എമൗണ്ട് സർപ്ലസ് ആയിട്ട് വരും. ആ സർപ്ലസ് ആണ് എന്ത് ചെയ്യുന്നത്, RBI യൂസ് ടു കീപ് ദ മേജർ ചങ്ക് ഓഫ് സർപ്ലസ് എന്ത് ചെയ്യാണ് കണ്ടിജൻസി ഫണ്ട് ആയിട്ട് ഉപയോഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ടൊക്കെ ആയിട്ടാണ്. പക്ഷെ പിന്നെ ഒരു 2013 ഒരു കമ്മിറ്റി വന്ന, ആ കമ്മിറ്റിയാണ് മാലേഗാം കമ്മിറ്റി എന്ന് പറയും. ആ കമ്മിറ്റി പേര് അറിയിക്കണേ, സർപ്ലസ് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. അവരെന്ത് ചെയ്തു, റിവൈസ് ദ എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് പ്രകാരം, അതുപോലെ തന്നെ ഭീമൽ ജലൻ കമ്മിറ്റി. ഓക്കെ, ഈ രണ്ട് കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. സർപ്ലസ് എന്ത് ചെയ്യാണ് ട്രാൻസ്ഫർ ചെയ്യാനാണ് ആവശ്യപ്പെട്ട ഗവൺമെന്റിലോട്ട്. RBI സർപ്ലസിന്റെ ചാർട്ട് നോക്കിയാൽ 15,000 കോടി കൊടുത്തിരുന്നു 2011 അങ്ങനെ കൂടി വന്ന് ഈ ലെവൽ വരെ എത്തി. 1,60,000 കോടിയിലധികം കൊടുത്ത് 2018-19 ഇപ്പൊ 99,000 കോടിയൊക്കെ കൊടുത്ത്. അപ്പൊ അത്രയും സർപ്ലസ് എന്ത് ചെയ്യുന്നുണ്ട് RBI കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞില്ല. പിന്നെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നത്, അതിൽ അറിയേണ്ട മറ്റൊരു ന്യൂസ് ആണ് ട്രാൻസിഷൻ ഫ്രം ദ ലണ്ടൻ ഇന്റർബാങ്ക് ഓഫേർഡ് റൈറ്റ് ഉണ്ട്, ലിബർ എന്ന് പറയും. ലിബോർ ഉണ്ട്, ലിബോർ ആയിരുന്നു മുമ്പെങ്കിൽ ഇപ്പൊ നമ്മൾ ട്രാൻസിഷൻ ആണ് സംഭവിക്കുന്നത്. RBI എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അഡ്വൈസറി ടു ബാങ്ക്സ് എന്താണ് and other RBI regulated entities-നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, to take steps to ensure the complete transition away from the London interbank offered rate എന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലിബർ, അതുപോലെ തന്നെ ലിബോർ, മുംബൈ ഇന്റർബാങ്ക് ഫോർവേഡ് ഔട്ട്റൈറ്റ് റേറ്റ്, മിഫർ, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഫേസ് ഔട്ട് ചെയ്യാണ്. മിഫർ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് ബെഞ്ച് മാർക്ക് ആണ്. ഓക്കെ, പിന്നെ അതുപോലത്തെ ഇപ്പൊ പബ്ലിഷ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ബെഞ്ച് മാർക്ക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അപ്പം ബാങ്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ട്രാൻസാക്ഷൻ, പുതിയ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിന്റെ ബേസിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പം ഗ്ലോബൽ ട്രാൻസിഷൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഫിനാൻഷ്യൽ അതോറിറ്റീസ് ഡിസൈഡ് ടു ഫേസ് ഔട്ട് ഇൻ 2017. അത് മുതലാണ് നമ്മൾ ഈ ലിബറിന്റെ ബേസ് ചെയ്തിട്ടുള്ളത് ഒഴിവാക്കുന്നത്. അപ്പൊ ലിബർ എന്താന്ന് ലിബർ എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ, ഒരു ബെഞ്ച് മാർക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബർ ഈസ് എ ഗ്ലോബൽ ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അഥവാ ഇറ്റ് ഈസ് ദ മേജർ ഗ്ലോബൽ ബാങ്ക് ലെൻഡ് ടു വൺ അനദർ. ഇന്റർനാഷണൽ ഇന്റർ ബാങ്ക് മാർക്കറ്റിലൊക്കെ ഷോർട്ട് ടൈം ലോൺസിലൊക്കെ വേൾഡിൽ ബാങ്കുകൾ ആണ്ടുകൊണ്ട് കടം കൊടുക്കുമ്പോൾ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങണം കൊടുക്കണം എന്നുള്ള തീരുമാനിക്കുന്ന ആ റേറ്റ് ആണ് ഈ ബെഞ്ച് മാർക്ക് റേറ്റ്. അത് ലിബറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, വാല്യൂസ്, റെഫറൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റെഗുലേഷൻ എന്ന് പറയുന്നത് ബിഫോർ 2014 ലിബർ എന്ന് പറയുന്നത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ബ്രിട്ടീഷ് ബാങ്ക് അസോസിയേഷൻ ആയിരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻ്റനൻസ് ഓഫ് ദി ബെഞ്ച് മാർക്ക് വാസ് ബ്രോട്ട് അണ്ടർ ദ UK ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റിന്റെ കീഴിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അതിനുശേഷമാണ് ഇത് മാറ്റം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ 2021 മുന്നേ ആണെങ്കിൽ ലിബർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5 കറൻസി നോക്കിയിട്ടാണ്, ഡോളർ, യൂറോ, പൗണ്ട്, സ്വിസ് ഫ്രാങ്ക്, ജപ്പാനീസ് yen നോക്കിയിട്ടാണ്. ഓക്കെ, അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ US ഡോളർ ലിബർ മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ, പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. പിന്നെ ലിബർ ട്രാൻസാക്ഷൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്തൊക്കെയാണ്, ഒന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ ദ ഫിനാൻഷ്യൽ കോസ്റ്റ്, പിന്നെ റെഡ്യൂസ്ഡ് ബോറോയിങ് കോസ്റ്റ്, മോർ കോമ്പറ്റീഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് നോക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മാറിയിട്ട് ട്രാൻസാക്ഷൻ സംഭവിക്കുകയാണ്.
അപ്പൊ ഇന്ത്യ അതിന്റെ ഭാഗമായിട്ട് ഒരു അൾട്ടർനേറ്റീവ് റെഫറൻസ് റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, RBI എസ്റ്റാബ്ലിഷ് ചെയ്താണ് സിസ്റ്റം ഓഫ് അൾട്ടർനേറ്റീവ് റെഫറൻസ് റൈറ്റ് എന്ന് പറയും. ആ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും? അലോ ദ ബാങ്ക് ടു ചൂസ് ദ റൈറ്റ്സ് ഫ്രം ബാസ്കറ്റ് ഓഫ് ദി കറൻസീസ്. ബ്രിട്ടീഷ് പൗണ്ട് മാത്രം നോക്കുന്നതിന് ബാസ്കറ്റ് കറൻസി നോക്കി എന്ത് ചെയ്യണത് ഇതാക്കുന്നതാണ്. ഇപ്പൊ ലിബറിന് അൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ളത് ഏതൊക്കെ? ഒന്ന് US സെക്യൂർഡ് ഓവർനൈറ്റ് ഫിനാൻസിങ് റൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാം. യൂറോപ്യൻ ഇന്റർബാങ്ക് ഓഫേർഡ് ഉണ്ട്, യൂറിബർ. ജപ്പാന്റെ ടോക്കിയോ ഇന്റർബാങ്ക് ഓഫേർഡ് റൈറ്റ് ഉണ്ട്, ഷിബോർ. ചൈനന്റെ ഷാങ്ഹായി ഇന്റർബാങ്ക് ഓഫേർഡ് റൈറ്റ് ഉണ്ട്, ഷിബോർ. ഇന്ത്യന്റെ മോഡിഫൈഡ് മുംബൈ ഇന്റർബാങ്ക് ഫോർവേഡ് ഔട്ട്റൈറ്റ് റൈറ്റ് ഉണ്ട് കേട്ടോ, MIFR. അപ്പൊ ഇതൊക്കെ MIFR ഇന്ത്യന്റേതാണ്, ഷിബോർ ചൈനന്റേതാണ്, ഷിബോർ ജപ്പാന്റേതാണ്, യൂറിബോർ യൂറോപ്പിന്റെ ആണ്, സോഫോ US-ന്റെ ആണെന്നൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. അതൊക്കെയാണ് എല്ലാം അറിയേണ്ടത്. പിന്നെ ഫിനാൻഷ്യൽ ബെഞ്ച്മാർക്ക് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇത് 2014 ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, കമ്പനീസ് ആക്ട് 13 പ്രകാരം. ഓക്കെ, ഇവര് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും ഡെവലപ്പ് അഡ്മിനിസ്ട്രേറ്റ് ബെഞ്ച്മാർക്ക് റിലേറ്റ് ചെയ്യുന്ന മണി മാർക്കറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഫോറിൻ എക്സ്ചേഞ്ച് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബെഞ്ച്മാർക്ക് തീരുമാനിക്കുന്നവരാണ്. ഓക്കെ, RBI ആണ് റെഗുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് അതൊക്കെയാണ് അതിൽ നിങ്ങൾ അറിയേണ്ട ന്യൂസുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ആ 2 ടോപ്പിക് നന്നായി ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? സെബി അല്ല, അതിന് വേണ്ടി ഒരു ന്യൂസ് ഉണ്ട്. പേയ്മെന്റ് സിസ്റ്റം ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ഇതിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉള്ളത് ടെലിഗ്രാം ചാനലിലാണ് ഇടുന്നത്. ടെലിഗ്രാമിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, ടെലിഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. അപ്പോൾ തന്നെ ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാമോ അല്ലെങ്കിൽ നമ്മുടെ UPSC ഫൗണ്ടേഷൻ പ്ലസ് PCM ക്ലാസ് ഒക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ 8590840250 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഓക്കെ, ശരി.